ചേട്ടാ, കുട്ടികളെ പോലെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അത് കണ്ടില്ലേ, പുറത്തു നിന്നൊരു കമ്പനി വന്നിട്ട് അവിടെ സമോസയുടെ കട തുടങ്ങിയിരിക്കുക. എന്റെ കട പൊളിഞ്ഞത് തന്നെ. എന്ത് ചെയ്യാ? പക്ഷെ നിങ്ങൾ എന്തിനാ കട അടയ്ക്കുന്നത്? അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കേ വായിക്കേ. ഇന്ന് വിൽക്കപ്പെടുന്ന സമൂസകളിൽ ഒരെണ്ണത്തിൽ സ്വർണ്ണമിരിപ്പുണ്ട്. ഏത് ഭാഗ്യവാനാണോ ആ സമൂസ കിട്ടുന്നത് അയാൾക്ക് ആ സ്വർണം എടുക്കാവുന്നതാണ്. മാത്രമല്ല, ഒരാഴ്ച അയാൾക്ക് ഇവിടുന്ന് സമൂസ ഫ്രീ ആയിട്ടും കഴിക്കാം. സമോസ എന്ന് സ്വർണം കിട്ടുമെന്ന് കരുതി എല്ലാവരും അവിടെ പോയി കഴിക്കും. എന്റെ ബിസിനസ് പൊളിഞ്ഞു പോയേ. പക്ഷെ അതിന് ആ കടയിലെ സമൂസയൊന്നും കാണുന്നില്ലല്ലോ. ട്രക്ക് നിറച്ച് സമോസ വരാൻ പോവാത്രേ. എന്റെ ബിസിനസ് ആകെ മുടിഞ്ഞു പോയല്ലോ. നിങ്ങൾ വിഷമിക്കണ്ടെന്നേ, ഞങ്ങള് ചേട്ടന്റെ കടയിൽ നിന്ന് സമൂസ കഴിക്കൂ. നിങ്ങൾ അറിഞ്ഞായിരുന്നു വിദേശി സമൂസ കടയിലെ എല്ലാ സമൂസകൾക്കൊപ്പമുള്ള ഒരു സമൂസയിൽ സ്വർണ്ണമുണ്ടെന്ന്? നമ്പർ 1, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബോസ് ബോസ്, നമുക്ക് ഗണ്ണെടുത്തിട്ട് പോകാം. ഗണ്ണ് കാണിച്ചിട്ട് അവരോട് പറയാം. പറയൂ, എന്താ പറയാൻ പോകുന്നത്? ഞാൻ അവരോടൊക്കെ മാറി നിൽക്കാൻ പറയും. എന്നിട്ട് ബോസിനോട് അകത്തോട്ട് ചെല്ലാൻ പറയും. എന്നിട്ട് എല്ലാ സമോസയും വാങ്ങുക. എന്നിട്ട് അതിനകത്ത് നിന്നും ഒരു സമോസയിൽ നിന്ന് സ്വർണം കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? ഉപ്പില്ലാതെ കഞ്ഞിയില്ല, പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടില്ല, പൈസ ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് പണ്ട് വാങ്ങിക്കുന്നത്? വേറെ ഐഡിയ പറയേ, വേഗം. പക്ഷെ ബോസ്, ഈ കവിത അത്രക്കങ്ങട് ശരിയായില്ലല്ലോ. ബോസിന് എന്ത് പറ്റി? എടാ ഭ്രാന്ത്, ഞാൻ നിന്നോട് കവിതയല്ല പറഞ്ഞത്, നിന്നോട് കുറച്ച് കാര്യങ്ങളാ പറഞ്ഞു തന്നത്. വാ, നമുക്ക് ട്രക്ക് മോഷ്ടിക്കാം. ആ കടക്കാരൻ നശിച്ചു പോട്ടെ. എന്റെ കട നശിപ്പിക്കാൻ വന്നവനല്ലേ. എന്റെ ഭഗവാനെ, അവന്റെ ആ ട്രക്ക് പഞ്ചറായി പോണേ, അല്ലെങ്കിൽ ആരെങ്കിലും അത് കട്ടോണ്ട് പോണേ. പോലീസ് 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 പോലീസ്, ജോൺ ഡെനോ ഞങ്ങളുടെ ട്രക്ക് ഇതാ മോഷ്ടിച്ചു കൊണ്ടുവരികയാണ്. പോലീസ് പോലീസ്. എനിക്ക് തോന്നുന്നു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന്. മോട്ടു വേഗം എണീക്ക്, നമുക്ക് പോയി ജോണിനെ പിടിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ ജോണിനെ പിടിക്കാൻ പോണ്ട. ആ ട്രക്ക് എങ്ങാനും തിരിച്ചു വന്നാൽ എന്റെ ബിസിനസ് നശിച്ചു പോകും. വിദേശി സമൂസക്കാരെന്ന് വെച്ചാൽ അവര് പുറത്തുനിന്ന് വരുന്നവരല്ലേ. അവര് ആദ്യമായിട്ട് ഫുർഫുറി നഗറിൽ വരുമ്പം അവരുടെ ട്രക്ക് മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞാ അത് നമുക്ക് അപമാനമുള്ള കാര്യമല്ലേ. പക്ഷെ ആ ട്രക്ക് തിരിച്ചു വന്നാൽ ഞാൻ നശിച്ചു പോകും. അതുകൊണ്ട് വേണ്ട, നിങ്ങളെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോട്ടു, ഇത് നോക്ക്, ഒരു പ്ലേറ്റ് നിറച്ച സമോസ. ഇത് നിനക്കുള്ളതാ, ഫ്രീ ആയിട്ട്. എന്റെ മോട്ടോ, ഇത് ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നീ ഒന്ന് ചിന്തിക്കേ. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനമാണോ വലുത്, അതോ സമോസയോ? സമൂസയാണ്. മോട്ടോ, അല്ലല്ല, അഭിമാനം തന്നെയാണ്. അഭിമാനമാണ് വലുത്. അയ്യോ. നീ എന്തിനാ ഈ കരയുന്നേ? ആദ്യമായിട്ടാ ചായക്കട ചേട്ടൻ ഫ്രീ ആയിട്ട് സമൂസ തരാൻ നോക്കിയത്. എന്നിട്ട് എനിക്കത് കഴിക്കാൻ പോലും പറ്റിയില്ല. ഫുർഫുറി നഗറിന്റെ അഭിമാനമാണോ വലുത്, അതോ നിനക്ക് സമൂസയാണോ? ഫുർഫുറി നഗറിന്റെ അഭിമാനം തന്നെ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? നമ്മള് വേഗം പോയി ആ വണ്ടി പിടിക്കുകയാണെങ്കിൽ അതിന്റെ മുതലാളി നിനക്ക് ഒരുപാട് സമൂസ തരും. ആണോ? പൊളിച്ചേ. ഞാൻ നിങ്ങളെ ജോണിനെ പിടിക്കാൻ പോവാൻ സമ്മതിക്കില്ല. നോക്കാം, വിദേശി സമൂസയുടെ ട്രക്ക്. വേഗം പോ, നമുക്ക് പിടിക്കാം. മോളിൽ നിന്ന് എന്താ ശബ്ദം കേൾക്കുന്നത്? എന്തെങ്കിലും വീണതായിരിക്കോ? ബോസ്, ഇത് മോട്ടു പത്ലു ആണ്. മോട്ടു പത്ലു, എവിടെ നോക്കിയാലും മോട്ടു പത്ലു. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. കവിതയുടെ കാര്യം വിട്ടിട്ട് നിങ്ങൾ മുകളിലേക്ക് ചെല്ല്, എന്നിട്ട് മോട്ടു പത്ലുവിന് അവിടെ നിന്ന് താഴേക്ക് ഇറക്ക്.
ബോസ് നിങ്ങളോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താ കഴിക്കുന്നത്? ചൂടുള്ളതോ തണുത്തതോ? എടാ ഭ്രാന്ത, കഴിക്കാനൊക്കെ കൊടുത്ത് സൽക്കരിക്കാൻ അവൻ എന്താടാ നിന്റെ മാമന്റെ മോനാണോ? അവന്മാരെ രണ്ടുപേരെ എങ്ങനെയെങ്കിലും അതിന്റെ പുറത്ത് തിറക്കടാ. അല്ലെങ്കിൽ വേണ്ട, ജാം ഉള്ളിലേക്ക് കയറാം. മോട്ടു പത്ലു, നിങ്ങളെ ഈ ട്രക്ക് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത് ഞാൻ എന്താ ചെയ്തത്? സോറി സോറി ഡോൺ, സോറി. പൊളിച്ചേ! അങ്ങനെ നമ്മൾ ഈ ട്രക്കിനെ കരസ്ഥമാക്കിയേ. ഈ മോട്ടുപത്തിലും എന്നെ വിടാതെ എന്റെ എല്ലാ പ്ലാനുകളും പൊളിച്ചോണ്ടിരിക്കോ. യുവമാരെ കൊണ്ട് വലിയ ശല്യം തന്നെയാണല്ലോ. ബോസ്, എന്ത് നല്ല കവിതയാ ബോസ്. കവിതയുടെ കാര്യം വിട്ടിട്ട് സ്പീഡിൽ ഓടടാ, സ്പീഡിൽ. എന്നെ ഒന്ന് തോളത്ത് കയറ്റിക്കൊണ്ട് ഓടടാ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. വേഗം പറയണം. പറയൂ 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 പറയൂ. ആ സമോസ കൊണ്ടുപോയ ട്രക്ക് എവിടെ? ചിങ്കൻ സാറേ, ട്രക്ക് കൊണ്ട് ആ കള്ളൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് അവനോട് പറ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പിന്നെ ആകാശത്തേക്ക് വെടിവെക്ക് സാറേ. അപ്പൊ അവൻ പേടിച്ചിട്ട് വണ്ടി നിർത്തിക്കോളൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഏയ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. വണ്ടി നിർത്ത്. ആകാശത്തേക്ക് വെടിവെക്ക് സാറേ, വെടിവെക്ക്. ഐഡിയ ഓക്കേ. അവിടെ കിടന്നുറങ്ങിക്കോ. ബൈ ബൈ. ഈ വഴിയോരത്താരാ ഈ സമൂസകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നല്ല മണം. എന്റെ മോട്ടു അത് കഴിക്കരുത്. അതിലെന്തോ പ്രശ്നമുണ്ട്. പത്ലു, ഒരു പ്രശ്നവുമില്ല. ഈ മണമുള്ള സമൂസ കഴിക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ഈ ട്രക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കാനാണോ പ്ലാൻ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. കള്ളനെ സഹായിക്കുന്നവൻ അതിലും വലിയ കള്ളനാണ്, അത് മറക്കണ്ട. അതെ ജോൺ സാർ, ഇതേ ഈ ട്രക്ക് അങ്ങേടതാ. അങ്ങ് കൊണ്ടുപോയിക്കോളൂ. മോട്ടു പതിലു, നിങ്ങൾ ചാക്കിനകത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബൈ ബൈ. മോട്ടു എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ദേ ഇരിക്കുന്ന സമൂസ. നിനക്ക് സമൂസയുടെ അടുത്തേക്ക് പോവാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ ആ സമൂസക്ക് നിന്റെ അടുത്ത് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല മണം. സമൂസ. ഇവന്മാരെ കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ. ട്രക്ക് കുറച്ചുകൂടെ സ്പീഡ് വിട്. എടാ സ്പീഡ് വിട്. ഇടിക്കവന്മാരെ ഇടിക്ക. വേണ്ട, നിർത്ത്. ഒന്ന് നിർത്ത്. നല്ല മണം. ഇവന്മാരെങ്ങനെ ആകാശത്തൂടെ പറന്നു വരുന്നത്? അവര് രണ്ടാളും എന്തും ചെയ്യാൻ പ്രാപ്തരാണ് ബോസ്. അവരുണ്ടല്ലോ ഫുർഫുറി നഗരത്തിലെ ഹീറോസ് ആണ്. മിണ്ടാതിരിക്കടാ പൊട്ട. നിന്റെ ബോസ് ഞാനാ. നീ എന്നെ പുകഴ്ത്തി പറയടാ, അവന്മാരെ അല്ല എന്നെ പുകഴ്ത്തി പറയാനാ പറഞ്ഞേ, കേട്ടോ? ഓക്കേ ബോസ്. എന്റെ അമ്മോ. ഏയ്, എന്താ ഈ കാണിക്കുന്നെ? ഇവിടെ, എന്നെ വിടാൻ. Hands up. ബോസ്, ഈ ബുള്ളറ്റ് അതിനകത്തിടൂ. ആ ഗൺ കാലിയാ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഈ ട്രക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായോ?
അയ്യോ പോയേ പോയേ, എന്താ എന്നോട് മാത്രം ഇങ്ങനെ? മോട്ടും പത്തിലും വളരെ നല്ല കാര്യമാണ് ഇതാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ട്രക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പറയൂ, നിങ്ങൾക്ക് ഇതിന് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? വയറ് നിറച്ച് സമൂസ തന്നാ മതി, ധാരാളം. ചെല്ലു, ട്രക്കിനകത്തേക്ക് പോകൂ. വയറ് നിറയുന്നത് വരെ എത്ര സമോസ വേണമെങ്കിലും കഴിച്ചോളൂ. പൊളിച്ചേ. മോട്ടു നിക്ക്. എന്റെ ട്രക്കിനകത്തുണ്ടായിരുന്ന എല്ലാ സമോസയും തിന്നു തീർത്തിരിക്കുന്നു. മുഴുവനും ഇങ്ങനെ തിന്നു തീർക്കാനാണെങ്കിൽ എന്തിനാണ് ട്രക്ക് തിരിച്ചു കൊണ്ടുവന്നത്? പറയൂ, എന്തിനാണ് കൊണ്ടുവന്നത്? Why? ഒരു മിനിറ്റ് സാറേ, എല്ലാ സമൂസയും മോട്ട് തിന്ന് തീർത്ത് കഴിഞ്ഞു. അപ്പൊ സ്വർണ്ണമുള്ള സമൂസ എവിടെ പോയി? ആളുകൾ എല്ലാരും കടയിൽ വന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ പബ്ലിസിറ്റിയുടെ ഒരു തന്ത്രമായിരുന്നു അത്. ഇത് വെറും ഒരു സ്റ്റണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിൽ ഒരു സമോസയ്ക്കകത്തും സ്വർണ്ണമില്ല. ഫുർഫുറ നഗരത്തിൽ ഇങ്ങനത്തെ ഒരു ചതിയനെ നമുക്ക് ആവശ്യമില്ല. തല്ലടാ അവനെ. എന്റെ പ്രിയപ്പെട്ട ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളെ എല്ലാവരെയും ഇവിടെ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ് ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ ദേശസേവനത്തിന് വേണ്ടി പട്ടാളത്തിൽ ചേരണമെന്ന്. അതിന് താല്പര്യമുള്ള എല്ലാവരും മുമ്പിലേക്ക് വരൂ, വരൂ, കയറി വരൂ. പത്ലു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മധൈര്യത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ എപ്പോഴും ഞങ്ങളെക്കാളും ഒരുപാട് മുന്നിലാണ്. മോട്ടു പത്ലു സിന്ദാബാദ്. ചെല്ല്, ദേശത്തിന്റെ എതിരാളികളെ നിങ്ങൾ നശിപ്പിക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. Left, right, 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 left, right. മോട്ടു പത്ലു, സുഖം തന്നെയല്ലേ? നമസ്കാരം സാർ, ഞങ്ങൾക്ക് സുഖാണ്. മോട്ടു പത്ലു, ആ കാണുന്നതാണ് ശത്രുക്കളുടെ ക്യാമ്പ്. അതൊരു കാലത്ത് നമ്മുടെയായിരുന്നു. അവരത് കയ്യേറ്റം ചെയ്ത് പിടിച്ചെടുത്തതാണ്. ഇനി ഇത് ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അവര് നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ഇനി കയ്യേറാൻ നമ്മൾ സമ്മതിക്കരുത്. സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സാറേ. പത്തലു, നമ്മളിത് എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? എന്റെ മനസ്സ് മുഴുവനും ആ ചായക്കട ചേട്ടന്റെ സമൂസയാ പത്തലു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാണ്. എല്ലാവരും ഇങ്ങനെ സൈന്യത്തിലേക്ക് വരാൻ പേടിച്ച രാജ്യത്തിന്റെ സുരക്ഷ ആര് നോക്കും? നല്ല മണം. എന്റെ മോട്ടു, നീ എവിടേക്കാ പോകുന്നത്? അവിടെ ശത്രുക്കളാണ്. അവിടെ സമൂസയും ഉണ്ട്. നമുക്ക് ബോർഡർ വരെ ചെന്നിട്ട് നല്ല ചൂടുള്ള സമൂസ കഴിക്കാൻ പത്തലു. സമൂസ 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 സമൂസ. ക്ഷമിക്കണം കൂട്ടുകാരെ, ആദ്യം ഞാൻ ഈ സമൂസ കഴിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഹായ് ഹലോ പറയാം. തീർത്തുകളാ അവനെ. അവൻ ഇത്രയ്ക്ക് അഹങ്കാരമോ? നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ സമോസ എല്ലാം തിന്നു തീർത്തിരിക്കുന്നു. എന്റെ മോട്ടു, വേഗം വാ. നീ സമൂസ കഴിച്ച് എന്തൊക്കെയാ ചെയ്യാന്ന് അവർക്ക് അറിയില്ലല്ലോ. ഒന്ന് കാണിച്ചു കൊടുക്ക. ഇതെന്താ എന്താ ഈ സംഭവിക്കുന്നേ? എന്റെ ജീവിതത്തിൽ പല പല മഴ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മനുഷ്യമഴ കാണുന്നത് ഇതാ ഇപ്പോഴാ. പൊളിച്ചേ. കൊള്ളാം മോട്ടുപത്ലു, കൊള്ളാം. നിങ്ങളുടെ സേവനം പ്രശംസനീയമാണ്. കൈവിട്ടു പോയ നമ്മുടെ സ്ഥലം നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. Thank you, thank you. Yes, sir. അതെ, മോട്ടുപത്ലു നമ്മുടെ അൽഫലീം ആചാരി പോസ്റ്റ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് സാർ. യെസ് സാർ.
അവര് വളരെ മിടുക്കന്മാര് തന്നെയാണ് സർ. ഓക്കെ സർ, ഉടൻ തന്നെ ഞാൻ അവരെ ആ സ്ഥലത്തേക്ക് അയച്ചേക്കാം സർ. യെസ് സർ. മോട്ടു പത്ലു, യെസ് സാർ. നമ്മുടെ മറ്റൊരു പോസ്റ്റും ഇതുപോലെ ശത്രുക്കൾ കയ്യേറിയിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പാണ് അവരത് പിടിച്ചെടുത്തത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നിങ്ങളെ അവിടെ നിയമിക്കാനാണ്. ചെല്ലു, ചെന്ന പോസ്റ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തിരിച്ചു പിടിക്കും. Yes, യെസ് സർ. അത് നമ്മുടേതായിരുന്നു. ശത്രുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കുകയാണ്. ജയ് ഹിന്ദ് സാർ. മോട്ടു പത്ലു റിപ്പോർട്ടിംഗ് ഓൺ ഡ്യൂട്ടി. ജയ് ഹിന്ദ് മോട്ടു പത്രം. ശരിയായ സമയത്ത് തന്നെയാ വന്നത്. നിങ്ങൾ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. ദൂരെ കാണുന്ന ആ പോസ്റ്റ് കണ്ടില്ലേ, അത് നമ്മുടേതായിരുന്നു. ശത്രുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഐഡിയ പറഞ്ഞു തരൂ, അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന്. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യാ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ സാറേ ഞങ്ങൾക്ക് പ്ലാനിങ് തയ്യാറാക്കാൻ കുറച്ച് സമയം വേണം. ആദ്യം ഞങ്ങൾ ആ പോസ്റ്റ് നല്ലോണം ഒന്ന് കാണട്ടെ, പിന്നെ ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കി സാറെ അറിയിക്കാം. ഓക്കെ ഫോഴ്സ്, മോട്ടു പത്ലുവിനെ കുറച്ചു നേരം നമുക്ക് ശല്യം ചെയ്യാതിരിക്കാം. നീ എന്തായി കാണിച്ചത്? നമുക്ക് എന്ത് പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും? ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. പൂച്ചേ, ഇത് നല്ല ബുദ്ധി. പത്ലു, വേഗം വാ, നമുക്ക് അതിലോട്ട് കയറാം. എന്തു പറ്റി? എന്താണ് എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തു പറ്റി എന്ന് പറയൂ. സാർ, ഒരു ഇൻഫർമേഷൻ കിട്ടി. മോട്ടുവും പത്തിലും അടുത്തുള്ള പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. അവര് ഭയങ്കരമാരാന്നാ തോന്നുന്നത്. പോരാത്തതിന് ഒടുക്കത്തെ ഇടിയും ഒരു തോക്ക് പോലും ഉപയോഗിക്കാതെ അവന്മാര് നമ്മുടെ പോസ്റ്റ് തിരിച്ചു പിടിച്ചെടുത്തിരിക്കുന്നു. ഞാനും അവരുടെ കാര്യം അറിഞ്ഞിരുന്നു. പേടിക്കണ്ട, ഇവിടെ നമ്മൾ ഒരു സമോസ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സാറെന്താ ഇങ്ങനെ വേർക്കുന്ന? വെള്ളം തലേക്കോരി ഒഴിച്ചതുപോലെ വരുന്നുണ്ടല്ലോ. ആഹാ, അവർക്കെല്ലാവർക്കും നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായ. എന്റെ മോട്ടു ഒന്ന് പോയി നോക്ക അവരെന്താ ചെയ്യുന്നേന്ന്. എന്റെ മോട്ടു, നീ എന്ത് പണിയെ കാണിച്ചതൊന്ന് നിർത്ത. ഇതിനെ ഇപ്പൊ എങ്ങനെയാ നിർത്തുക? ഇത് ടാങ്കർ അല്ല, അല്ലാതെ കാറും സ്കൂട്ടറും അല്ലല്ലോ. ആ ടാങ്ക് എടുത്തുകൊണ്ട് ശത്രുക്കളുടെ പോസ്റ്റിനടുത്തേക്ക് ആരാണ് പോകുന്നത്? മോട്ടു പത്ലു അല്ലാതെ വേറെ ആളാവാൻ സാധ്യതയില്ല. പക്ഷേ അവർ പോകുന്ന വഴിയിലെല്ലാം കൂറ്റൻ പാറക്കൂട്ടങ്ങളാ. അവിടെ ഈ ടാങ്ക് പോകുകയില്ല. ആരെങ്കിലും ഇതൊന്ന് നിർത്തി തരണേ. ആരെങ്കിലും ഒന്ന് നിർത്ത ഇത്. നിർത്ത്. രക്ഷിക്കണേ. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇവരെന്റെ ടാങ്ക് നശിപ്പിച്ചു കളയുമല്ലോ. ഇങ്ങനെയാണോ ടാങ്ക് ഓടിക്കുന്നത്? കാര്യമായ എന്തുകൊണ്ട്? അവരുടെ കഴിവെന്താണെന്ന് സാറിന് അറിയാത്തോണ്ടാ. അവരത് എടുത്തോണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല സാർ. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, അവരെന്തായാലും അത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. പക്ഷേ എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ എങ്ങനെ ആക്രമിക്കാനാ? ഇംപോസിബിൾ. ഈ പാറകളുടെ മുകളിൽ കൂടെ എങ്ങനെയാണ് ടാങ്കർ ഓടിക്കുന്നത്? ഈ പാറയുടെ മുകളിൽ കൂടെ ടാങ്കർ ഓടിക്കാനേ പറ്റില്ല. ആ ടാങ്ക് പറന്ന് നമ്മുടെ നേരെയാണ് വരുന്നത്. നമുക്ക് രക്ഷപ്പെടാം. ഓടിക്കോ. എന്നെ രക്ഷിക്കടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. വെടിവെക്കരുത്, വെടിവെക്കരുത്. എന്റെ മോട്ടു, അവന്മാരെല്ലാം ഓടി. ഒരുത്തൻ മാത്രമേ അവിടെ ഉള്ളൂ. അവൻ വെള്ളക്കൊടി കാണിക്ക. നീ ആ കൈയൊന്ന് താഴ്ത്ത്. അവരൊക്കെ ഓടിപ്പോയോ? എന്നിട്ടാണോ ഞാൻ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? അത് നോക്കൂ, മോട്ടു മുകളിലേക്ക് കൈയുയർത്തി സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അവരൊരിക്കലും സറണ്ടർ ആവുകയില്ല സാർ. ഇത് നോക്ക്, അവർ എക്സർസൈസ് ചെയ്യുകയാണ്. സാർ, ഇവരിൽ രണ്ടുപേരിലും എനിക്ക് എന്തോ കാര്യമായി സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യുമോ? മോട്ടു പത്ലു, നിങ്ങൾ വളരെ അത്ഭുതകരമായ കാര്യമാണ് ചെയ്തത്. ഈ ടാങ്കറിന് ഇങ്ങനെ ഓടിക്കാൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ടാങ്കറൊക്കെ ഞങ്ങൾ കൊച്ചുനാൾ മുതലേ ഓടിക്കുന്നതല്ലേ. മോട്ടു പത്ലു, വാ, നിങ്ങൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് ഞാൻ വാങ്ങിത്തരും, അതും ഏറ്റവും മികച്ചത്. യെസ്, ഓക്കെ, ഇപ്പം അയച്ചേക്കാം. മോട്ടു പത്ലു, ദൂരെ ഒരു ടവർ കാണുന്നില്ലേ നിങ്ങള്? കാണുന്നുണ്ട് സാർ. തീവ്രവാദികള് ആ ടവർ കൈക്കലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല കുറച്ചുപേരെ ബന്ദികളുമാക്കിയിട്ടുണ്ട്. കേട്ടപ്പോ മനസ്സിനൊരു ഭാരം. പോലീസിനോട് പറയായിരുന്നില്ലേ സാർ? അവിടെ പോലീസിനെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ 2 കമാൻഡേഴ്സിനെയാണ് ആവശ്യം.
അത് മറ്റാരുമല്ല നിങ്ങൾ രണ്ടുപേരുമാണ്. ഇപ്പൊ നിങ്ങളുടെ പ്ലാൻ പറയൂ. നിങ്ങൾ എങ്ങനെയാണ് ആ ടവർ കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല സാർ. ആദ്യം കഴിക്കാൻ വല്ല എന്താ എന്നിട്ട് ആലോചിക്കാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധിയും അങ്ങനെ പ്രവർത്തിക്കാറില്ല മോട്ടു. നിങ്ങൾ രണ്ടുപേരും ആ ഹെലികോപ്റ്ററിൽ പോയിരിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. പൊളിച്ചേ. എന്റെ മോട്ടു എന്തിനാപ്പത് സ്റ്റാർട്ട് ചെയ്ത് വേഗം ഓഫ് ചെയ്യ്. സാറ് കണ്ടാ ദേഷ്യപ്പെടും. ഇതിപ്പോ എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാ? വരൂ നമുക്ക് പൈലറ്റിനോട് ചോദിക്കാം. ഏ, നമ്മള് പറക്കുന്നു പത്തലു. അത് ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യേ. മോട്ടു നമുക്ക് ഉച്ചത്തിൽ നിലവിളിക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഇതൊന്ന് താഴെ ഇറക്കണേ. എന്റെ ഹെലികോപ്റ്റർ ആരാ കൊണ്ടുപോയത്? നിങ്ങളുടെ വീരപരാക്രമികളായ മോട്ടു പത്ലു അല്ലാതെ വേറെ ആരാ? ഓ, അപ്പൊ അവര് എയർ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനുമായിട്ടാണ് പോകുന്നത്. ഗുഡ്, വെരി ഗുഡ്. ആ ഹെലികോപ്റ്റർ ഇങ്ങോട്ടാണ് വരുന്നത്. നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇവരെ എല്ലാരെയും ഞാൻ വെടിവെച്ച് കളയും. ആ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇവര് ഭയങ്കരമാരാണ്, ഓടിക്കോ. മോട്ടു പത്ലു എല്ലാവരെയും രക്ഷിച്ചു. അവരെത്ര നല്ല പൈലറ്റുമാരാണ്. പ്രതിഭയാണ് അവര്, പ്രതിഭാസമാണ് അവര്. ഇപ്പോൾ അവർ ഇങ്ങോട്ടാണ് വരുന്നത്. ഹെലികോപ്റ്റർ അവരുടെ കൺട്രോളിലല്ല. എന്റെ ടാങ്കും അവർ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ ഹെലികോപ്റ്റർ മീനി നശിപ്പിക്കും. ഓടിക്കോ. മാറി നിൽക്ക്, ഒന്ന് മാറി നിൽക്ക്. ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത്. ഇവരെ ആരെങ്കിലും ഒന്ന് തടയൂ. തിരിച്ചു വരൂ, എന്റെ ഹെലികോപ്റ്റർ തിരിച്ചു തരൂ. സർ, അവർക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല. ഇനി ഈശ്വരന് മാത്രമേ അവരെ താഴെ ഇറക്കാൻ പറ്റുകയുള്ളൂ. രക്ഷിക്കണേ. ഹെലികോപ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഹൈക്കമാൻഡിനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഞാനായിരിക്കും കോടതി കയറേണ്ടത്. രക്ഷിക്കണേ. ആ. സാറേ ഓടിക്കോ, ഓടിക്കോ. ഇത് നിർത്താനുള്ള പ്ലാൻ ഒന്ന് പറഞ്ഞതാ. വേഗം ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷപ്പെട്ടത് ഭാഗ്യം. രക്ഷപ്പെട്ടതല്ല, ഇപ്പോഴാണ് പെട്ടത്. അങ്ങോട്ട് നോക്ക്. ദേശത്തിന് വേണ്ടി സേവിച്ച് മതിയായി. ഇനി ഫുർഫുറി നഗരത്തെ സേവിക്കാം. ഫുർഫുറി നഗരെ ഞങ്ങൾ വരുവാണ്. ഓടിക്കോ.